ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിന്റെ 4-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 21 വരെ. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചുവെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, 5 താലന്ത് കൂടി ഞാൻ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും നാം കാണുന്ന കാര്യമാണ് വിശ്വസ്തത. യേശു തന്റെ ഉപമകളിലെല്ലാം തന്നെ വിശ്വസ്തതയെപ്പറ്റി പറയുന്നുണ്ട്. താലന്തുകളുടെ ഈ ഉപമയിലും യേശു വിശ്വസ്തതയെപ്പറ്റി തന്നെയാണ് പറയുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള സാധ്യതകളെ പരമാവധി വിനിമയം ചെയ്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എത്ര ചെറിയ കാര്യമായിരുന്നാലും നാം അതിൽ വിശ്വസ്തത പുലർത്തിയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും അത് ദൈവസന്നിധിയിൽ ഒരു വലിയ കാര്യമായി തീരുകയും ചെയ്യും. ഈ ഉപമയിലും 3 കാര്യങ്ങളിൽ നാം വിശ്വസ്തത പുലർത്തണമെന്നാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. സമയത്തിന്റെ വിശ്വസ്തത. ഇവിടെ യജമാനൻ 5 താലന്ത് നൽകിയവനും 2 താലന്ത് നൽകിയവനും 1 താലന്ത് നൽകിയവനും ഒരേ സമയപരിധിയാണ് നൽകുന്നത്. എന്നാൽ 5 താലന്ത് ലഭിച്ചവൻ അവന്റെ സമയപരിധിക്കുള്ളിൽ അവനത് 5 താലന്തും കൂടി നേടിയെടുക്കുന്നു. 2 താലന്ത് ലഭിച്ചവൻ അവന്റെ സമയപരിധിക്കുള്ളിൽ അവനും അത് ഇരട്ടിയാക്കുന്നു. എന്നാൽ 1 താലന്ത് ലഭിച്ചവനാകട്ടെ അവന്റെ സമയത്തെ ഗണ്യമാക്കാതെ തന്റെ യജമാനെ കുറ്റപ്പെടുത്തുന്നതിലാണ് അവൻ കൂടുതലും സമയം കണ്ടെത്തിയത്. നാമും ഇതുപോലെ തന്നെയല്ലേ പലപ്പോഴും? മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മകൾ, അവരുടെ നേട്ടങ്ങൾ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. ആ സമയം നമ്മൾ അവരുടെ കുറവുകൾ ഉയർത്തിക്കാട്ടുവാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് ലഭിച്ച അവസരങ്ങൾ അവർ ഫലപ്രദമായി ഉപയോഗിച്ചതുകൊണ്ടാണ് അവർക്ക് ആ നന്മ ലഭിച്ചത് എന്ന് ചിന്തിക്കുവാൻ, ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളെ നാം തക്കത്തിൽ ഉപയോഗിക്കുവാനാണ് കർത്താവ് ഈ ഉപമയിൽ കൂടി നമ്മോട് പറയുന്നത്. രണ്ടാമതായി, നൽകിയതിനോടുള്ള വിശ്വസ്തത. 5 താലന്ത് ലഭിച്ചവൻ അവന് ലഭിച്ചതിനെ വളരെ പ്രാധാന്യത്തോടെ കണ്ട് അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള തത്രപ്പാടിലായിരുന്നു. 2 ലഭിച്ചവനും അവന് ലഭിച്ചതിനെ വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ അവൻ ഒന്നിനും പരിശ്രമിക്കാതെ അവന് ലഭിച്ചത് ഒന്നേ ഉള്ളൂ എന്ന് പരിതപിച്ച് യജമാനനെ കുറ്റപ്പെടുത്തുവാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എത്ര ചെറിയ കാര്യമായിരുന്നാലും അതിൽ നാം വിശ്വസ്തത പുലർത്തണം എന്ന് ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ നമ്മൾക്ക് ദൈവപ്രസാദം ഉണ്ടാകും. മൂന്നാമതായി, നൽകിയവനോടുള്ള വിശ്വസ്തത. താലന്തുകൾ നൽകിയ യജമാനോട് 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്തവരായ നമ്മെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവം എന്തെല്ലാം താലന്തുകൾ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. നാമും അവരെ പോലെ നമ്മുടെ യജമാനനായ ദൈവത്തിനോട് നന്ദിയും സ്നേഹവും ഉള്ളവരാണോ? അതോ 1 ലഭിച്ചവനെ പോലെ നാം എല്ലാ കാര്യങ്ങളിലും പരിതപിച്ച്, എനിക്കത് ലഭിക്കുവാൻ യോഗ്യതയുള്ളതുകൊണ്ട് എനിക്ക് ലഭിച്ചു, ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ആർക്കും ഉപകരിക്കാതെ അത് മൂടിവെക്കും, ഇങ്ങനെയാണോ നാം ചിന്തിക്കുന്നത്? ഈ നോമ്പ് നാളുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മെ ദൈവം ഏൽപ്പിച്ചതിനോട് നാം വിശ്വസ്തത പുലർത്തി ജീവിക്കണമെന്ന് തന്നെയാണ്. അതിൽ നമ്മുടെ കുടുംബജീവിതവും സാമൂഹിക ജീവിതവും വ്യക്തിജീവിതവും എല്ലാം ഉൾപ്പെടുന്നു. നമ്മുടെ ജീവിതം വിശ്വസ്തയോടുകൂടി മുന്നേറുവാൻ
ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ നല്ല ഗൃഹവിചാരകരായി നിലകൊള്ളുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.